ഈ വൈപ്പ് കോഡ് ഇല്ലാതെ ആരെങ്കിലും കോഡ് എഴുതുന്നുണ്ടെങ്കിൽ അവനെ മടൽ വെട്ടി തല്ലണം. ഹോബി എന്ന് പറയുന്നത് വൈപ്പ് കോഡിങ് ആയല്ലോ. അപ്പം കേഴ്സർ ഇല്ലാതെ നമുക്ക് ഒരു ലൈൻ എഴുതാൻ പറ്റില്ല. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കോഡ് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി 90% ആയില്ലേ? ഓ നൈസ്. നമ്മളിപ്പോൾ 30% ആണ്, നമ്മൾ 90ക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ബാക്ക്ലോഗ് ആയിട്ട് കിടക്കുന്ന പ്രോജക്ട്സുകളുണ്ട്. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽസിന് വേണ്ടിയിട്ട് ചെറിയ ഇന്റേണൽ ടൂളുകളുണ്ട്, ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയേഴ്സിന് വേണ്ടി ചെറിയ ടൂളുകളുണ്ട്. ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് മെൽസൺ ഓക്കെ എന്നും പറഞ്ഞ് പോവും, എന്നിട്ട് ചെയ്യില്ല. എന്നിട്ട് മെൽസൺ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെയും വിളിച്ചൊരു Airbnb എടുത്തു, പറവൂരം കണ്ടുപോയി. അവിടെ ഇരുന്നിട്ട് ഇവർ 3 ദിവസം കൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നു. എല്ലാം വൈപ്പ് കോഡ് ചെയ്ത് ഉണ്ടായിക്കൊണ്ട് വന്നു. അത് ദി ക്വാളിറ്റി ഓഫ് ദാറ്റ് തിങ് ദാറ്റ് ഹി ബിൽഡ് ഈസ് അമേസിങ്. അത് വൈപ്പ് കോഡ് ഇല്ലാതെ ആരെങ്കിലും കോഡ് എഴുതുന്നുണ്ടെങ്കിൽ അവനെ മടൽ വെട്ടി തല്ലണം. ഞാനത് കുറേ പേരോട് ചോദിച്ചു. ഇപ്പോൾ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അവരോട് ചോദിച്ചു, നിങ്ങൾ കേഴ്സർ ഉപയോഗിക്കുന്നുണ്ടോന്ന്. അതെന്താ സാധനം? അവർ കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അവരിപ്പോഴും ഈ ഫെൽസ് വാട്ട് ഈസ് വൈൽ നോട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്.